ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു തിങ്കളാഴ്ച വരികയാണ്. ജനുവരിയിൽ 5 ദിനങ്ങൾ പിന്നിടുന്നു. കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒരു പിടി സിനിമകൾ. അതിൽ ആദ്യം നമുക്ക് അങ്ങനെ നോക്കാം. ഹാൽ, സർവമായ, ഭബബ, കളങ്കാവൽ, വൃഷഭ, ജനനായകൻ അങ്ങനെ കളം നിറഞ്ഞാടുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. നമുക്ക് സമയം കളയാതെ നേരെ ഹാലിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇന്നലത്തെ ഫൈനൽ കളക്ഷനായി സിനിമയ്ക്ക് വന്നത് 243 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 6600 ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് ട്രാക്കേഴ്സ് പുറത്തുവിടുമ്പോൾ 10,25,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷനായി സിനിമയ്ക്ക് വന്നത്. അതായത് ഏകദേശം 20 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഞായറാഴ്ച ലഭിച്ചത്. മികച്ച ഒരു കളക്ഷൻ തന്നെയാണ്. ഇതിനോടകം തന്നെ 1.25 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നേടുകയാണ് ഈ ഒരു ചിത്രം. ഒരുപാട് വമ്പൻ സിനിമകൾക്കിടയിൽ ഷെയ്ൻ നിഗത്തിൻ്റെ പ്രശാന്ത് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം വലിയ ഒരു വിജയമായി മാറുകയാണ്. ജനനായകൻ കളം നിറഞ്ഞാടുന്നു. 25 കോടി 30 ലക്ഷം രൂപ കടന്നിരിക്കുന്നു സിനിമയുടെ പ്രീ സെയിൽ. എന്തായാലും ഞെട്ടിക്കുന്ന ലെവലിൽ തന്നെയാണ് സിനിമയുടെ ഓരോ അപ്ഡേറ്റുകളും വരുന്ന 4 ദിനങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ സിനിമയുടെ ട്രെയിലർ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ്. 24 മണിക്കൂറിനകത്തിൽ 83.7 മില്യന് മുകളിലുള്ള ക്യുമുലേറ്റീവ് ആയിട്ടുള്ള റിയൽ ടൈം വ്യൂസ് സിനിമയ്ക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ അത് 95 അല്ലെങ്കിൽ 100 മില്യണിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ഇന്നലത്തെ ഒരു അപ്ഡേറ്റാണ് നമ്മളിത് പറയുന്നത്. അത്രത്തോളം റെക്കോർഡ് തൂക്കി തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സർവമായ 12ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞായറാഴ്ചയും സിനിമ റെക്കോർഡ് തൂക്കുന്നതാണ്. ഒഫീഷ്യലായിട്ട് നിവിൻ പോളി തന്നെ 101 കോടിയുടെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു. സിനിമ ഞായറാഴ്ച റെക്കോർഡാണ് തീർത്തത്. ഇതുവരെയുള്ള കളക്ഷൻ ഈ ഒരു സിനിമയ്ക്ക് നേടിയതിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ദിവസമായി ഇന്നലെ എന്ന് തന്നെ പറയാം. അതിനകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷോകളുമുള്ള ദിനങ്ങളായി, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയത് അല്ലെങ്കിൽ ഓഡിയൻസ് വാച്ച് ചെയ്ത ദിനവുമായി 1831 ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടത്. 3,26,800 ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് ഇന്നലെ സിനിമ കണ്ടു. 70-നടുത്തുള്ള ശതമാനം 69.4% ഒക്യുപ്പൻസിയിൽ സിനിമ ഏകദേശം 1,400 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഫാസ്റ്റ് ഷോകളുമായി നിന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ 68 ഹൗസ്ഫുൾ ഷോകളുമായിരുന്നു. 5,33 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് കളക്ഷനായി വന്നത്. അതായത് കഴിഞ്ഞ ഞായറാഴ്ച അല്ലെങ്കിൽ ആദ്യ ഞായറാഴ്ച സിനിമയ്ക്ക് 5,31.5 ലക്ഷം രൂപ വന്നിടത്ത് ഇവിടെ 5,32,80,000 രൂപ കടന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു ദിനമായി മാറുന്നു. ഏകദേശം 6 കോടി അല്ലെങ്കിൽ 5,95 ലക്ഷം രൂപ ആ റേഞ്ചിലേക്ക് സിനിമ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ ആ റേഞ്ചിൽ എത്തുമ്പോൾ വിദേശ രാജ്യങ്ങളും നമ്മൾ ഓവർസീസും അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ ഒരു 14 കോടിക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുണ്ടാകും. അങ്ങനെ നോക്കുവാണെങ്കിൽ 115-116 കോടിക്ക് മുകളിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുകയാണ്. നിവിൻ പോളിയുടെ ഈ ഒരു സിനിമ 200 കടന്നു പോകുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ജനനായകൻ്റെ റിലീസ് എത്രത്തോളം ബാധിക്കുമെന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം നമുക്ക് ഇവിടെ നോക്കേണ്ടതേ ഉള്ളൂ. അത് ബാധിച്ചില്ലെങ്കിൽ തീർച്ചയായും സിനിമ 200 അല്ലെങ്കിൽ 250 കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയവുമില്ല. ഇതിനോടകം തന്നെ 28,50,000 മുകളിലുള്ള ഓഡിയൻസ് ഈ സിനിമ വാച്ച് ചെയ്തിരിക്കുന്നു. 16,200 മുകളിലുള്ള ഷോകളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം വൃഷഭയുടെ കളക്ഷൻ അപ്ഡേറ്റുകളിലേക്ക് പോകാം. സിനിമ ഫൈനൽ റണ്ണിൽ തന്നെയാണ്. ഇന്നലെ സിനിമയ്ക്ക് 3 ഷോകളിൽ നിന്ന് ഏകദേശം 13 ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഏകദേശം 5,000 രൂപയ്ക്കടുത്താണ് സിനിമയുടെ കളക്ഷനായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ വന്നത്. അതായത് ഏകദേശം 10,000 രൂപയോളം ലഭിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. സിനിമ ഫൈനൽ റണ്ണിലേക്ക് എത്തുന്നു. നമുക്കറിയാം ഒരു ഡിസാസ്റ്ററും കാര്യങ്ങളുമൊക്കെയാണ്. എന്നിരുന്നാലും ഈ ഒരു സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടി നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ രീതിയിലുള്ള അഭിമാനമായിട്ട് തന്നെ പറയാം. കാരണം വാഷ് ഔട്ട് ആകേണ്ട ഒരു സിനിമ വേറെ ഏതെങ്കിലും ഒരു നടൻ്റെ ആണെങ്കിൽ അത് അതിന് മുമ്പേ വാഷ് ഔട്ട് ആയേനേം എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. ഇനി ബബബ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ബബബ അങ്ങനെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഞായറാഴ്ച കളക്ഷന് മുന്നോട്ട് പോയത്. സിനിമയ്ക്ക് ഈ ഒരു ഞായറാഴ്ച ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 ലക്ഷം രൂപയ്ക്കടുത്താണ് ട്രാക്കിംഗ് കളക്ഷൻ വന്നത്. ഡീറ്റെയിലായി നമുക്കൊന്ന് കടന്നു ചെല്ലാം. 274 ഷോകളിൽ നിന്ന് 6,200 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 9,51,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷനായി വന്നത്. അതായത് സിനിമ 20 ലക്ഷം രൂപ ഇന്നലെ ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു. ശനിയാഴ്ച ഏകദേശം 15-16 ലക്ഷം രൂപ നേടിയെടുത്ത് അതിനേക്കാളും വലിയൊരു കുതിപ്പാണ്. ഇത് സിനിമ 50 കോടി ക്ലബ്ബിൽ കയറുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏകദേശം 46-47 കോടിയോളം എത്തിയെന്നുള്ളത് തന്നെയാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. എന്തായാലും അണിയറ പ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിച്ച
50 കോടി പോസ്റ്റർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 26 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ കളങ്കാവൽ 1 മാസം പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. 31-ാം ദിനത്തിലും രാജാവായി വിലസുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഇന്ന് 32-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെ പ്രതീക്ഷയാണ്. ഇന്നലെ 107ഓളം ഷോകളിൽ നിന്ന് 2800-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 4,80,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസായി പുറത്തു വന്നത്. അതായത് ഏറെക്കുറെ സിനിമ 10-11 ലക്ഷം രൂപയോളമാണ് കളക്ഷൻ നേടിയത് എന്നുള്ളതാണ്. ഇന്നും സിനിമയ്ക്ക് ഏകദേശം ഒരു 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാവാം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 38 കോടി കടക്കും. അതേപോലെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സിനിമ 42 കോടിയിലേക്കും എത്തുമെന്നുള്ളതാണ്. അതായത് ഫൈനൽ റണ്ണിൽ സിനിമ 85-86 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.